നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരുക്കുന്ന ഫ്രെയിമുകളിലെല്ലാം ദൃശ്യവിസ്മയം ചാരുതയായി നിറയുന്ന നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളെ, കലയും സാഹിത്യവും അതുപോലെയുള്ള എല്ലാ ഘടകങ്ങളെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ച് നമുക്ക് സമ്മാനമൊരുക്കുന്ന ഖത്തറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാനലായ 1-to-1 മീഡിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ചിറ്റ് ചാറ്റ് ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു സാഹിത്യ സൃഷ്ടി രൂപപ്പെടുന്നത് ഏതെങ്കിലും മനുഷ്യന് തൻ്റെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തോട് എന്തെങ്കിലും പറയണം എന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോഴും ആ കാര്യം പറയാതിരിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ അവനിൽ രൂപപ്പെടുമ്പോഴുമാണ്. അത്തരം കാര്യങ്ങൾക്ക് കഴിഞ്ഞുപോയ ഏതെങ്കിലും കാലഘട്ടങ്ങളിലെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളോടോ അല്ലെങ്കിൽ ചരിത്ര മുഹൂർത്തങ്ങളോടോ ഒക്കെ ചേർന്നിരിക്കാനുള്ള അല്ലെങ്കിൽ ഇഴചേർന്ന് പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആ സൃഷ്ടിയുടെ വായനാമൂല്യം 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ മലയാളം ഇന്ന് ആഘോഷിക്കുന്ന ഒരു കൃതിയുടെ അതിൻ്റെ സൃഷ്ടികർത്താവാണ് ഇന്ന് ചിറ്റ് ചാറ്റ് ഷോയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ, പദമ്പിൻ്റെ നോവലിസ്റ്റ് ശ്രീ ശ്രീനാഥ് ശങ്കരൻകുട്ടിയെ ചിറ്റ് ചാറ്റ് ഷോയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു ബിജു. എങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ പദമ്പ്? നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ പതിപ്പ് കഴിഞ്ഞു. ഗ്രേറ്റ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ പ്രകാശനം നടക്കുന്നതിന് മുമ്പ് 2 പതിപ്പ് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ സന്തോഷം. മലയാളത്തിലെ വായനക്കാരുടെ, എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളത്തിലെ വായനക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലാവും. കേരളത്തിലെ വായനക്കാർ നല്ല രീതിയിൽ വായിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. തീർച്ചയായിട്ടും. അത് തന്നെയല്ല, ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭൂമിയുടെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൽ നമ്മുടെ പദമ്പിൻ്റെ സ്ഥാനം അങ്ങനെ സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പല സമയത്തും അത് കയറി വന്നിട്ടുണ്ട്. അത് ബുക്ക് ഓഫ് ദ വീക്കായി. പിന്നെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിലധികം അവാർഡുകൾ അല്ലേ? തോപ്പിൽ രവി അവാർഡ്, കൊല്ലത്ത് നിന്ന് ഉള്ള തോപ്പിൽ രവി പുരസ്കാരം. അത് എല്ലാ വർഷവും അവർ ഏറ്റവും മികച്ച ഒരു നോവലിന് കഴിഞ്ഞ 2 വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച നോവലിന് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അത് ഇതിനു മുന്നേ കിട്ടിയത് നിരീശ്വരനടക്കമുള്ള നല്ല വലിയ നോവലിസ്റ്റുകൾക്കാണ്. അപ്പോൾ ഇത്തവണ പദമ്പിന് അത് ലഭിച്ചതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അത് മൻസൂർ നായർ സാറായിരുന്നു അത് അവാർഡ് തന്നിട്ട് വലിയ നല്ല രീതിയിൽ എൻകറേജിങ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സാർ പറയുകയും ചെയ്തു. മറ്റേ അടയാളപ്പെടലുകൾ നടന്നിട്ടുണ്ടല്ലോ ചില ചുരുക്കപ്പട്ടികളിൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള. ഇപ്പോൾ കാഫ് ദുബായിൽ നിന്നുള്ള കാഫ് നോവൽ പുരസ്കാരത്തിൻ്റെ ചുരുക്കപ്പട്ടികയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച അവർ വന്നിട്ടുണ്ടെന്ന് പറയണ്ടായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു വലിയ ജൈത്രയാത്രയുടെ തുടക്കമാണല്ലേ. സാധാരണയായിട്ട് നമ്മൾക്ക് നമ്മുടെ കയ്യിലേക്ക് ഒരു സാഹിത്യകാരനെ കിട്ടിക്കഴിഞ്ഞാൽ ചില ക്ലീഷ ചോദ്യങ്ങൾ പതിവാണ്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങാം നമ്മുടെ വർത്തമാനം. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓരി ഉൾപ്പെടെയുള്ള ചെറുകഥകൾ കൊണ്ട് നമ്മുടെ പ്രമുഖ ആനുകാലികങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതിനുമുമ്പായിട്ട് ആ എഴുത്തിലേക്ക് വന്ന വഴിയെക്കുറിച്ച് ഒന്ന് പറയുക. എങ്ങനെ ഈ വഴിയിലേക്ക് വരാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമായിട്ടൊന്ന് മാറിയേക്കാം. പിന്നെ മറ്റൊന്ന്, ഈ ചെറുകഥകളിൽ നിന്നും നോവലിലേക്കുള്ള ഒരു ദൂരം, ചെറുകഥകളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു നോവലിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ദൂരം കൂടി ഒന്ന് പറഞ്ഞു പോയാൽ അത് ഈ പറഞ്ഞ കണക്ക് പലർക്കും പ്രചോദനമായേക്കാം കഥകൾ എഴുതുന്നവർക്ക്. ചെറുകഥകൾ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെറുകഥകളിൽ അത്ര സജീവമല്ല. വല്ലപ്പോഴും ഒരു ചെറുകഥ എഴുതുക എന്നുള്ള വളരെ സമയമെടുത്ത് എഴുതുന്ന ഒരു രീതിയാണ് എൻ്റെ. നമ്മുടെ സ്വാഭാവികമായ ജോലിയുടെയും ബാക്കിയുള്ള ജീവിതത്തിൻ്റെയും തിരക്കുകൾ, പിന്നെ ഈ ബിജുവിനെ നേരിട്ടറിയാവുന്നതാണ് നമ്മുടെ ഖത്തറിലുള്ള നമ്മുടെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഇടയിലെല്ലാം കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മൾ ബിജു എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എഴുതാതിരിക്കാൻ പറ്റില്ല
എന്ന് വരുന്ന ഒരവസ്ഥയിലാണ് എഴുത്ത് നടക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 9-10 കഥകളാണ് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം വായിക്കപ്പെട്ടിട്ടുണ്ട് പല കഥകളും. പലരും വായിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുക, വായിക്കപ്പെടുകയൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ ചെറുകഥയുടെ എഴുത്തിലേക്ക് വന്ന വഴിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് എഴുത്ത് എന്നിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാനൊരു 10-35 വയസ്സ് വരെ ഒന്നും എഴുതാത്ത ഒരാളാണ്. വായന മാത്രം, വളരെ ചെറുതിൽ തുടങ്ങിയിട്ട് വായന ഓരോ 3-4 ദിവസം ഒരാഴ്ചയിലൊരു പുസ്തകം എന്നുള്ള രീതിയിൽ വായിച്ചിരുന്ന ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ അത് കണ്ടിട്ടും പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പീപ്പിൾസ് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ നിരന്തരം പുസ്തകങ്ങൾ വരിക, എല്ലാ മാഗസിൻസും വരിക, അതെല്ലാം വായിക്കുക. വായിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എന്നിലെ എഴുത്തുകാരനെ രൂപീകരിക്കുന്നതിന് സ്വാഭാവികമുണ്ട്. എല്ലാ എഴുത്തുകാരിലും വായന വല്ലാതെ രൂപീകരിച്ചിട്ടുണ്ട്, സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ഒരു 10-36 വയസ്സിലൊക്കെ ആണ് ഞാൻ ആദ്യമായിട്ടൊരു കഥ എഴുതി തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഥ എന്ന് പറയുന്നത്, ഞാനൊരു കഥ എഴുതിയിട്ട് യൂദാസ് എന്ന പേരിലൊരു കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. ആ കഥ എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം, 3 വർഷത്തോളം ഞാനത് ഒന്നും ചെയ്യാതെ എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വരയ്ക്കുന്ന സമയത്താണ് 2013 സംസ്കൃതിയുടെ കഥാപുരസ്കാരത്തിന് അത് ശിവാനന്ദൻ ചേട്ടൻ, നമ്മുടെ സംസ്കൃതിയുടെ ഒരു സജീവമായ അന്ന് ട്രഷററായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതും കൂടി തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കഥ വാങ്ങിക്കുകയും സംസ്കൃതി കൊടുക്കുകയും ആ വർഷത്തെ ആ പുരസ്കാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് വളരെ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ആ കഥ. അപ്പോൾ അന്നാണ് എനിക്ക് തോന്നിയത് ഇതൊരു എൻ്റെ മേഖല കൂടിയാണ് എന്ന് തോന്നുന്നു. ചെറുകഥയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. ചെറുകഥയിൽ നോവലിലേക്ക് വരുന്നത് ഈ അടുത്ത 2022 ഈ പദമ്പിൻ്റെ ശരിക്കും എഴുത്തു തുടങ്ങും. പക്ഷെ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷം മുമ്പ് തന്നെ ഒരു നോവൽ എഴുതണം എന്നും അതിൻ്റെ ഒരു ഫ്രീഡം. പിന്നെ ഈ ചെറുകഥകൾ, ഈ 9-10 ചെറുകഥകൾ എഴുതിയപ്പോൾ പോലും ഇത് വായിച്ച പല എഴുത്തുകാരും എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിനകത്തൊരു നോവൽ കണ്ടിടും. വളരെ ചെറുകഥയുടെ ക്രിസ്പായിട്ടുള്ള ചെറുകഥയുടെ ഒരു സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഇതിനകത്തൊരു നോവൽ കിടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ അബിനൊക്കെ എൻ്റെ അടുത്ത് അബിനൊക്കെ എൻ്റെ അടുത്ത് ഒരു തവണ പറയണ്ടേ. അങ്ങനെ കുറച്ചധികം പേര് എൻ്റെ അടുത്ത് അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഒരു നോവലിൻ്റെ ഭാഷയും രീതിയും എൻ്റെ എഴുത്തിനുണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായി എഴുതിയ യൂദാസ് എന്ന് പറയുന്ന കഥ കൂടി ചേർത്തിട്ട്, അതിൻ്റെ തീമും കൂടി ചേർന്ന് ഒരു 120 വർഷത്തെ കേരളത്തെ ഒരു നോവലിലേക്ക് പകർത്തണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ നോവൽ എഴുതി തുടങ്ങിയത്. 1893 മുതൽ 2013 വരെയുള്ള കാലഘട്ടം എഴുതണമെന്ന് കരുതി തുടങ്ങി. 1934 വരെയുള്ള കാലത്തെത്തിയപ്പോഴേക്കും 300 പേജോളമായി. അപ്പോൾ അവിടെ വച്ച് പദമ്പിൻ്റെ തുടർച്ച പ്രതീക്ഷിക്കാം. വെരി ഗുഡ്. അത് നല്ലൊരു, എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ പദമ്പിൻ്റെ തുടർച്ചയെക്കുറിച്ച്. അപ്പോൾ നമുക്ക് പദമ്പിൻ്റെ വിശേഷങ്ങളിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ശ്രീനാഥൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുള്ള പ്രേക്ഷകരുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എറണാകുളം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമമാണ്, കോട്ടുവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വരാപ്പുഴ NH-17 നിന്ന് കുറച്ച് അകത്തേക്ക് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഉള്ളൊരു കായൽ പ്രദേശമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മയുടെ തറവാടാണ്. അച്ഛൻ എറണാകുളത്തെ ചിറ്റൂര് ദേശത്താണ് അച്ഛൻ്റെ വീട്. അച്ഛൻ പറഞ്ഞ കഥയിൽ നിന്നാണ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഏതോ ഐതിഹ്യം പോലെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവ കഥയിൽ നിന്നാണ് ഈ നോവലിലൊരു ബീജം എന്ന്. അത് പിന്നീട് ബിജു ചോദിക്കുമെന്ന് എനിക്ക് പറയാൻ വേണ്ടി വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എറണാകുളം ജില്ലയുടെ ഈ കോട്ടുവള്ളിയിലാണ്. എറണാകുളം ജില്ലയുടെ ഈ കായൽ പ്രദേശമായ കോട്ടുവള്ളിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. കോട്ടുവള്ളി UP സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്നു. പറവൂർ, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗൺ പറവൂരാണ്, വടക്കം പറവൂരാണ്. വടക്കം പറവൂർ ടൗണിലെ സമൂഹ ഹൈസ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ആലുവ UC കോളേജിൽ പഠിക്കുന്നു. അങ്ങനെ പിന്നീട് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് നിന്നൊക്കെ പുറത്തു പോവുകയും എനിക്ക് തോന്നുന്നു 2002 വരെ എറണാകുളത്ത് ജീവിക്കുകയും അതിനുശേഷം ഖത്തറിൽ തൊഴിലിൻ്റെ ഭാഗമായി ഖത്തറിൽ വരികയും ഇന്ന് വരെ ഇതേ നിമിഷം നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് വരെ ഖത്തറിലെ പ്രവാസിയാണ്. ഭാര്യ അനിത, ജീവിത പങ്കാളിയായിട്ട് അനിതയാണ്. അനിതയുടെ വീട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട അടുത്തുള്ള. നല്ലൊരു കവയിത്രിയാണ് അനിത. എഴുതും. വീട്ടിൽ സാഹിത്യം എന്ന് പറയുന്നത്, എഴുത്തും വായനയെന്ന് പറയുന്നത് നിരന്തരമായി വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
അത് ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുതാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കണം അനിതയും എഴുതിപ്പോയത് എന്നെ പോലെ തന്നെ എന്ന് ഞാൻ കരുതുകയാണ്. അനിത കവിതയാണ് അനിതയുടെ ഒരു മേഖല. അനിതയുടെ ഒരു പുസ്തകമുണ്ട്, ഇല തിരിഞ്ഞ മരം എന്ന് പറഞ്ഞ ഒരു പുസ്തകം അനിത ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അത് അത്യാവശ്യം വായിക്കപ്പെടുന്നുണ്ട്. അനിത 3 കുട്ടികളാണ്, ശ്വേത, ശ്രദ്ധ, ശ്രുത, 3 പേരാണ്. അതിനകത്ത് മൂത്താൾ ജോലിയെടുക്കും, രണ്ടാമത്താളും ഒക്കെ ഇപ്പോൾ ഖത്തറിൽ നിന്നെല്ലാം പുറത്താണ്, അവർ ജോലിയെടുക്കുന്നു. ഇടയാൾ പഠിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതാണ് ഞാൻ. അതെ, ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഈ പദമ്പിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ കൂടും, എന്നറിയാനുള്ള ആഗ്രഹങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും ശ്രീനാഥിനെ കേൾക്കുമ്പോൾ ഈ പദമ്പിനെ കുറിച്ചുള്ള സംസാരങ്ങൾക്കിടയിൽ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു 3 കാര്യങ്ങളാണ് ഈ പദമ്പിലേക്ക് എന്നെ എത്തിച്ചതെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അത് ഓരോന്നും വിശദമായിട്ട് പറയുന്നത് കേൾക്കാൻ ആഗ്രഹം. തീർച്ചയായിട്ടും എനിക്ക് അന്ന് എങ്ങനെയായിരുന്നോ അത് ഫീൽ ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അത്തരം ഒരു ആഗ്രഹം ഉണ്ടാവും. ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയത് വൈക്കം സത്യാഗ്രഹവും നമ്മുടെ 99 വെള്ളപ്പൊക്കവും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു കാര്യം, ഒരു അക്കാഡമിക് സംശയം. ആ സംശയത്തിൻ്റെ ദൂരീകരണത്തിന് വേണ്ടി നമ്മൾ യാത്ര തുടങ്ങുന്നു. ആ യാത്ര അവസാനിക്കുന്ന ഒരു നോവൽ എഴുത്തിലേക്കാണ്. അങ്ങനെ ഒരു കാര്യം കേട്ടോ. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് 2, 3 ഞാൻ 1-2 വേദികളിൽ അത് പറഞ്ഞു. എനിക്ക് പ്രകാശനത്തിൻ്റെ വേദിയിലാണ് തീർച്ചയായും കേട്ടിരിക്കുക. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ശരിക്കും ഈ നോവലിൻ്റെ ഈ തരത്തിലേക്ക് ഈ നോവൽ ഉണ്ടാവാനുള്ള ഒരു കാരണം 2018 നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്ത്, ഇതിനു മുമ്പുണ്ടായ പ്രളയം 99 വെള്ളപ്പൊക്കം, 1999 വെള്ളപ്പൊക്കം വലിയൊരു ചർച്ചയിൽ വന്നിരുന്നില്ല. അപ്പോൾ ആ സമയം 1924 ഈ 99 വെള്ളപ്പൊക്കം സംഭവിക്കുന്നത്. ഈ വെള്ളപ്പൊക്ക സമയത്ത് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ സമയത്തൊക്കെ 100ാം വാർഷികത്തോടെ അടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ വരുന്നു. അപ്പോൾ അതെല്ലാം ആ സമയത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹം കൂടുതൽ ചർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും വൈക്കം സത്യാഗ്രഹവും EV രാമസ്വാമി നായകർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം, അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, അതൊരു തമിഴ് പുസ്തകമാണ് ശരിക്കും. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ആ സമയത്ത് വായിക്കണ്ടായി. അദ്ദേഹം സത്യാഗ്രഹ വേദിയിൽ വന്ന ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതെല്ലാം വന്നപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായി ഉണ്ടായ ഒരു സംശയമാണിത്. വൈക്കം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട് വൈക്കം 99 വെള്ളപ്പൊക്കത്തിന് വൈക്കത്തെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകം വരെ വെള്ളം കയറി എന്നല്ല നമ്മൾ മൂന്നാർ വരെ വെള്ളം കയറി. വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. ശരിക്കും മൂന്നാറിൽ നിന്ന് എറണാകുളത്തേക്കുള്ള നമ്മുടെ റെയിൽവേ ട്രാക്ക് അത് മുഴുവനും ഒലിച്ച് പോയി. അത് നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളെ മുഴുവൻ ഒഴുക്കിക്കൊണ്ടുപോയ ഇന്ന് 2018 വെള്ളപ്പൊക്കത്തേക്കാൾ ഭയങ്കര ദുരന്തപൂർണമായൊരു വെള്ളപ്പൊക്കമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ടാവുമോ, ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇവരിത് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പല സ്ഥലത്തും അന്വേഷിച്ചു. എനിക്ക് തോന്നുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രകാരന്മാരൊക്കെ ഞാൻ പലരെയും വിളിച്ച് ചോദിക്കുകയും അത് അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഇതന്വേഷിച്ച് പോവുകയാണ്. ഇതന്വേഷിച്ച് പോയി ഇങ്ങനെ ചെന്ന് കുറച്ച് ആളുകളോട് സംസാരിച്ചപ്പോൾ കിട്ടുന്ന ഇതിൻ്റെ ഒരു ഉത്തരമെന്ന് പറയുന്നത് ചെറായി രാമദാസ് സാറാണെന്ന് തോന്നുന്നു എനിക്ക്. അതിനെക്കുറിച്ച് ഞങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ദിവസം പോലും ഈ വൈക്കം സത്യാഗ്രഹം നിർത്തിയില്ല. നെഞ്ചൊപ്പം വെള്ളത്തിൽ 3 സത്യാഗ്രഹം. ഒരു പ്രത്യേകതയാണ്, അത് എപ്പോഴും ഓർത്തിരിക്കുന്ന അതൊരു വലിയ കാര്യമാണ്. ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ പോലെ ആളുകൾ കൂടിയിരുന്നിട്ട് നിരാഹാര സത്യാഗ്രഹം അതൊന്നും അല്ലല്ലോ. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വഴിയിൽ കടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം. അപ്പോൾ ഇവർ 3 പേർ, ഒരു 3 സമുദായത്തിൽപ്പെട്ട 3 പേർ ഇവർ ഒന്നിച്ച് ഈ വഴിയിലേക്ക് കയറുന്നു. അപ്പോൾ ആളുകൾ, പോലീസുകാർ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ആ കൂടി നിൽക്കുന്ന സത്യാഗ്രഹികൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് നെഞ്ചൊപ്പം വെള്ളത്തിൽ 3 പേർ വഴിയിലേക്ക് കടക്കുന്നു. നെഞ്ചൊപ്പം വെള്ളത്തിൽ പോലീസുകാർ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. അതേ നെഞ്ചൊപ്പം വെള്ളത്തിൽ സത്യാഗ്രഹികൾ മുദ്രാവാക്യം വിളിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായൊരു ചിത്രമാണ്. എനിക്കൊന്ന് പല സ്ഥലത്തും പെയിന്റിംഗ് ആയിട്ട് പോലും വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് അന്വേഷിച്ച് നടക്കേണ്ടി വരികയാണ്. ഞാനിപ്പോൾ പറയുമ്പോഴാണ് ഇത് കേൾക്കുന്ന പലർക്കും എനിക്ക് തോന്നുന്നു തീർച്ചയായും ആ ഒരു ചിത്രം മനസ്സിലേക്ക് വരിക. ഇത് നമ്മുടെ ചരിത്രപാഠത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കും, നമ്മൾ 99 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പറയും, അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കും, ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പഠിക്കും, അന്നത്തെ സമരങ്ങളെക്കുറിച്ച് പറയും, ഗാന്ധിജിയുടെ ഇടപെടലിനെക്കുറിച്ച് ഇതെല്ലാം നമ്മൾ പഠിക്കും. പക്ഷെ അതേസമയം 99 വെള്ളപ്പൊക്കവും ആ സമയത്ത് പണ്ഡിറ്റ് കറുപ്പൻ്റെ എറണാകുളത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, അയ്യങ്കാളി യജമാനൻ്റെ തിരുവനന്തപുരത്തുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച്, തിരുവിതാംകൂറിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇത് തമ്മിൽ എന്തെങ്കിലും നമ്മൾ ശരിക്കും വെർട്ടിക്കലായിട്ട്, ഞാൻ നേരത്തെ പറയും ചരിത്രത്തെ പഠിക്കുക, ലംബമായിട്ട് ചരിത്രത്തെ പഠിക്കുകയും
തിരശ്ചീനമായ ചരിത്രത്തെ പഠിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സാധനങ്ങളുടെ നൈരന്തര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഇതുകൊണ്ട് വിട്ടുപോകുന്നുണ്ട്. ഇതൊരു നെറ്റാണ്. അതെ, ഇതൊരു വല പോലെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ കേരളത്തിലെ ചരിത്രത്തെ ഇത്തരം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കേരളത്തെ രൂപീകരിച്ചത് ഈ ചരിത്ര സംഭവങ്ങളല്ല, ഇത് തമ്മിലുള്ള പരസ്പരമായ ഒരു ബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആ തിരിച്ചറിവിനെ കേരളത്തോട് ചേർത്ത് വെച്ച് നോവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഒരാഗ്രഹം. രണ്ടാമത്തെ ആഗ്രഹം അത് ചോദിക്കാം. കാരണം വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ചരിത്രത്തിൻ്റെ വായന എല്ലായ്പ്പോഴും വരേണ്യതയുടെ വായന തന്നെയാണ്. നമുക്ക് ആ കാലത്ത് അവരാഗ്രഹിക്കുന്ന ആൾക്കാരെ അവരെക്കുറിച്ചുള്ള പ്രശംസയോ അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകളായിട്ട് പലപ്പോഴും ചരിത്രങ്ങൾ മാറിപ്പോകാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളിലാണെങ്കിലും നവീകരണ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന, ഇപ്പോൾ പതമ്പ് തന്നെ പറയുന്ന കേളപ്പനാശനെ പോലുള്ള ആൾക്കാർ ചരിത്രം രേഖപ്പെടുത്താതെ പോകുന്നുണ്ട്. അതെ. അപ്പം അത്തരത്തിലുള്ള ആ ഒരു വേദന നമുക്ക് പലപ്പോഴും തോന്നുന്നൊരു വേദനയാണ്. ആ വേദന കൂടി ഇതിൻ്റെ കാരണമാണെന്നുള്ള രീതിയിൽ അന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ചരിത്രത്തെ രൂപീകരിച്ച നമ്മൾ പലപ്പോഴും ഞാനൊരു ഉദാഹരണം, ഇപ്പോൾ കേളപ്പനാശാൻ്റെ കാര്യം ഞാൻ ഈ പതമ്പിലും ഉണ്ടത്, പക്ഷേ കേളപ്പനാശാനെ കുറിച്ച് വിശദമായിട്ട് അതിനകത്തൊരു കഥാപാത്രം കൂടിയാണ്. ബിജു പറഞ്ഞപ്പോഴാണ് അതിനകത്തൊരു കാര്യം, ഇപ്പോൾ കേളപ്പനാശാൻ അതിനൊരു ഉദാഹരണമാണ്. നമ്മൾ പന്തിഭോജനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയൊരു നവോത്ഥാന ഒരു സമരമായിരുന്നു. അത് ആരാണ് നടത്തിയതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, സഹോദരൻ അയ്യപ്പനാണ് ഇത് നടത്തിയത്. സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തിയപ്പോൾ അന്നത്തെ ആ പ്രദേശത്തുള്ള സവർണ പ്രമാണിമാരല്ല ഇത് തകർക്കാനായിട്ട് നിന്നത്. അന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ കൊണ്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാം, ഈഴവർക്കും അവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ അന്നത്തെ ചെറായി ഭാഗത്തുള്ള ഈഴവ പ്രമാണിമാരാണ് ഇതിന് എതിർത്തുകൊണ്ട് വലിയ തോതിൽ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സമരത്തിനെതിരെ വന്നത്. പക്ഷെ അന്ന് വടക്കമ്പുറത്ത് നിന്ന് 35ഓളം കായികമിടുക്കുള്ള നല്ല തണ്ടും തടിയുമുള്ള പിള്ളേരെയും കൊണ്ടുപോയി അതിന് ചുറ്റും കാവൽ നിന്ന് ഇതിനെ എതിർക്കാൻ വന്നവരെ അടിച്ചോടിച്ച് പന്തിഭോജനം നടത്താൻ മുന്നിൽ നിന്ന് കാരണമായ ഒരാളും കൂടിയാണ്, എടുക്കാനായിട്ട് കാരണം കൂടിയായ ഒരാളാണ് ശ്രീ കേളപ്പനാശാൻ. ഈ കേളപ്പനാശാൻ എന്ന് പറയുന്നത് ആദ്യമായി വടക്കമ്പുറത്ത് നമ്മുടെ കഥാപ്രസംഗം നടത്തിയ ഒരാളാണ്. നമുക്ക് ഇതിനകത്ത് ആ ചരിത്ര മുഹൂർത്തങ്ങളെ ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രാദേശികമായ നവോത്ഥാന പോരാട്ടം നടത്തിയ ഇതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനികളായ നവോത്ഥാന നായകന്മാർക്ക് വേണ്ട നിലമൊരുക്കി കൊടുത്ത ഒരുപാട് മനുഷ്യർ ഈ കേരളത്തിൽ രേഖപ്പെടുത്താതെ പോയിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷമാണ് കേളപ്പനാശാൻ്റെ ജീവചരിത്രം ടൈറ്റസ് ഗോതുരുത്ത് എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം അതിനകത്ത് എഴുതുന്നത്, എൻ്റെ ഈ നോവൽ എഴുതുന്ന സമയത്ത് എനിക്ക് ടൈറ്റസ് ഗോതുരുത്തിനെ അറിയില്ല. അദ്ദേഹം കേളപ്പനാശാൻ്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ നോവലിൽ ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ടൈറ്റസ് വളരെ അത്ഭുതത്തോടെ എന്നെ വിളിക്കുകയായിരുന്നു. വേറൊരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞിട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് കേളപ്പനാശാനെ അറിയുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് അതിനകത്ത്? അപ്പം ഞാൻ ചരിത്രം എഴുതിക്കൊണ്ട് അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രാദേശികമായി നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടത്തിന് വേണ്ടി നിലമൊരുക്കിയവർ അവരെ കൂടി രേഖപ്പെടുത്തണം. അത് മാത്രം എനിക്ക് തോന്നുന്നത് എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി സരസ്വതി വിലാസം സ്കൂൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1912-3 കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇത് തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനം തുടങ്ങിയിട്ടുണ്ട്. ഈ സരസ്വതി വിലാസം എന്ന് പറയുന്ന ഒരു എഴുത്തുപള്ളിക്കൂടം. അത് അവിടെ അതിരുന്നിരുന്ന സ്ഥലത്ത് ഒരു കേളപ്പനാശാൻ ഒരു സ്മാരകവും ആ പ്രദേശത്തിന് കേളപ്പനാശാൻ ഗ്രൗണ്ട് എന്ന് പേര് കൊടുക്കുകയും അത് ആളുകളൊക്കെ അത് ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പ്രതിമ അവിടെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാരണമായിട്ടുണ്ടാവും ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ. ആ സമയത്ത് അവിടെ ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം അതിനകത്ത് ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ആളുകൾ നമ്മളിനി അറിയപ്പെടാത്ത, ഈ നോവൽ രേഖപ്പെടുത്തിയെങ്കിലും ഇനിയും രേഖപ്പെടുത്താത്ത എത്രയോ ആളുകൾ കേരളത്തിൽ ഇതൊരു തുടക്കമാവട്ടെ. അങ്ങനെയുള്ള ആൾക്കാരെ കൂടി ഏർപ്പെടുത്തിപ്പോ നമ്മുടെ ചരിത്ര വായന അങ്ങനെയും കൂടെ ആവട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാമല്ലോ ഇങ്ങനെയുള്ള വഴികളിലൂടെ. പിന്നെ അതെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ നമ്മുടെ ചരിത്രം എന്നുള്ളൊരു സംശയം. അതിന് ഒരു കോട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മാർഗം കൂടലാണോ മാർഗം കാട്ടലാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ മാർഗം കാട്ടലാണ് പ്രധാനമെന്ന് പറഞ്ഞിരുന്ന
ഒരു പറ്റം ക്രിസ്ത്യൻ മിഷണറിമാർ, അത്തരം പാതിരിമാരുടെ ശ്രമങ്ങൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ വ്യാപനത്തിനേക്കാൾ ഉപരിയായിട്ട് അത് അധസ്ഥിതരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് വലിയ പങ്കുവഹിച്ച ഒരു പറ്റം ആൾക്കാർ, നന്മയുള്ള മനുഷ്യരായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അടയാളപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം ഇതിൻ്റെ പിന്നിലുണ്ടെന്നും കൂടി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നത് കേരളം ഇന്നത്തെ കേരളമായതിന് എത്രത്തോളം ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനവും അതിനെ തുടർന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എത്രത്തോളം കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾക്കിപ്പോഴും അത്ര വിലയോടുകൂടി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും മാറുമറിക്കലിനെതിരെയുള്ള നമ്മുടെ ചാന്നാർ ലഹള എന്ന് പറയുന്ന 1816 സംഭവിച്ചതാണ്. അപ്പോൾ ആ ചാന്നാർ ലഹള സംഭവിക്കുമ്പോൾ നമ്മുടെ ധാരണ അവിടുത്തെ ആളുകൾക്ക്, സ്ത്രീകൾക്ക് മാറുമറയ്ക്കണമെന്ന് ആഗ്രഹം വരികയും അവർ മാറുമറയ്ക്കുകയും അത് വലിച്ചു കീറുകയും അതൊരു ലഹളയായി മാറുകയും ചെയ്തു എന്നല്ല. പക്ഷേ ഇതിനകത്ത് വേറൊരു കാരണം കൂടിയുണ്ട്. അന്ന് അതിനകത്ത് ക്രിസ്ത്യാനികളായി ക്രിസ്തുമത വിശ്വാസികളായ ചാന്നാർ വിഭാഗത്തിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഇവർക്ക് മാറുമറയ്ക്കേണ്ടി വരുന്ന ഒരു ക്രിസ്ത്യൻ രീതി അനുസരിച്ച് അവർക്ക് മാറുമറയ്ക്കാതെ ഇരുന്ന് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് മാറുമറയ്ക്കേണ്ടുന്ന ഒരു അവകാശം അന്ന് കോവളം ഭാഗത്തുള്ള മുക്കുവ സ്ത്രീകൾക്ക് കട്ടിശീല കൊണ്ട് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും അവകാശം വേണം. നോക്കൂ, ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു സ്വാധീനം കൂടി ഒരു പോരാട്ടമായി മാറുന്ന തരത്തിലേക്ക് ഒരു സാമൂഹ്യ മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത്തരത്തിൽ ഇത് അതാണോ കാരണം എന്ന് വെച്ചാൽ അതല്ല കാരണം, വേറെ ഒരുപാട് കാരണങ്ങളും കൂടി ചേർന്നിട്ടാണ്. പക്ഷേ എങ്കിലും ഇതൊരു കാരണം കൂടിയാണ്. അതാണ്. അതുമാത്രമല്ല, വ്യവസ്ഥാപിതമായി നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ട് 1816 ഇതേ വർഷം തന്നെയാണ് CMS കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജാണ്. നോക്കൂ, നമ്മൾ നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കമാർന്ന മോനുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ പലതരം പറഞ്ഞിട്ടുണ്ട്. അത് താജ്മഹലാണ് അല്ലേ. താജ്മഹൽ പണിതത് ഷാജഹാനാണ്. ഷാജഹാൻ്റെ പിതാവാണ് ജഹാംഗീർ. അദ്ദേഹത്തിൻ്റെ പിതാവാണ് അക്ബർ, മഹാനായ അക്ബർ ജനിക്കുന്നത് എനിക്ക് തോന്നുന്നു 1542 മറ്റാണ്. ഈ 42 മഹാനായ അക്ബർ ജനിക്കുമ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി രൂപീകരിച്ചിട്ട് 375 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 നൂറ്റാണ്ടാവുമ്പോൾ ഇതൊരു വലിയ ചരിത്ര നമ്മുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ അതേസമയം തന്നെ ഇതിനകത്ത് മറുപുറം കൂടി ഉണ്ട് കേട്ടോ. കാരണം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി രൂപീകരിച്ച അതേ നൂറ്റാണ്ടിലാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ തകർക്കപ്പെടുന്നത്. ഏകദേശം 1500-1600 വർഷം നിലനിന്ന യൂണിവേഴ്സിറ്റി തകർക്കപ്പെടുന്നതും ഇതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തെ ശാസ്ത്രത്തിൻ്റെയും ആർട്സിൻ്റെയും ഭാഷയുടെയും കലാശാസ്ത്രം അതുപോലെ തന്നെ ഭാഷ, വിദ്യാഭ്യാസം, ഇതിൻ്റെ 3 കൂടി ചേർന്നിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയ യൂറോപ്പ് നമ്മൾക്കെല്ലാം വളരെ മുന്നേ തന്നെ രൂപം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നവോത്ഥാനം എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആശയത്തിൻ്റെ വിപുലീകരണം എന്നുള്ള നിലയിലും ശാസ്ത്രബോധം എന്ന നിലയിലും സയൻറ്റിഫിക് റവല്യൂഷൻ എന്നുള്ള രീതിയിലെല്ലാം യൂറോപ്പ് വളരെയേറെ മുന്നോട്ട് പോയതിനൊരു കാരണം അതുകൂടിയാണ്. അതിൻ്റെ ഒരു സ്വാധീനം ഈ മിഷണറിമാർ വഴിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അത് നമ്മുടെ നവോത്ഥാനത്തിന് മണ്ണൊരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ പോയിക്കൂടാ. അപ്പോൾ കേരളം എന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ കേരളത്തെ രൂപീകരിക്കുന്നതിൽ വൈദേശിക വിദ്യാഭ്യാസത്തിൻ്റെയും അതിന് കാരണമായ മിഷണറി പ്രവർത്തനം. ഇത് ബിജു നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, മാർഗം കാട്ടലാണോ മാർഗം കൂടലാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മാർഗം കൂടലിൽ നിന്നും മാർഗം കാട്ടലാണ് എന്നുള്ള ലക്ഷ്യമെങ്കിലും അത് മാർഗം കൂടലാവുകയും അത് മാർഗം കാട്ടലാവുകയും എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുള്ള ഇടചേർന്ന് പോകുന്നൊരു പ്രവർത്തനമായിട്ടാണ് പിൽക്കാലത്ത് അത് വന്നത് എനിക്ക് തോന്നുന്നു. മാത്രമല്ല വലിയ ദുരന്തങ്ങൾ നേരിട്ട ഒരു സമൂഹത്തെ വളരെയധികം, അതായത് ഈ പറയ വിഭാഗങ്ങൾ എന്നെല്ലാം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നൂണ്ടു പോണം, വഴിയിലൂടെ നടക്കാൻ പോയിട്ട് അരികിലുള്ള പൊന്തക്കാട്ടിലൂടെ പോകേണ്ടവരാണ്. സമയത്ത് പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തവർ, ഈ തോട്ടിത്തൊഴിലാളികൾ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവർ അപ്രത്യക്ഷമാണ്. ഇതെല്ലാം എടുത്തിട്ട് അവർക്ക് വെളിച്ചത്തിലേക്ക് വരാൻ, സമൂഹത്തിൻ്റെ ഒരു തലത്തിൽ മുന്നിലോട്ട് വരാനുള്ള അവകാശം പോലും. ഞാൻ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിൻ്റെയും ഒരേ സമയം സമത്വത്തിൻ്റെയും ഒരു സന്ദേശം ഉണ്ടല്ലോ, ഒരേപോലെ ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും. അപ്പം അതും കൂടി ചേർന്നിട്ടാണ് കേരളം എന്ന് പറയുന്ന ഇന്നത്തെ കേരളത്തിൽ രൂപപ്പെടൽ. തീർച്ചയായിട്ടും അതൊന്ന് പ്രതിനിധീകരിക്കണമെന്നുള്ള ചിന്ത കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ഇനി പതമ്പിൻ്റെ ഈ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പതമ്പിൽ മുഴുനീളമുള്ള ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ചിന്നൻ, യേശുദാസൻ എന്നൊക്കെ ആയി വരുന്ന വഴികളൊക്കെ. എന്നാൽ ഇതൊന്നും അല്ലാതെ ചെറിയ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും എന്നാൽ ഈ നോവലിൻ്റെ ഉടനീളം അതിൻ്റെ ഒരു ഊർജ്ജമായിട്ട് ഒരു പ്രവാഹം പോലെ തന്നെ നിലനിന്ന് പോരുന്ന ചില, ഉദാഹരണത്തിന് കാളിക്കുട്ടി ആദ്യം മാത്രം വരുന്നൊരു കഥാപാത്രമാണ്. പക്ഷേ അവസാനം വരെ കാളിക്കുട്ടിയുടെ പ്രഭാവം ആ പുസ്തകത്തിൽ, ആ നോവലിൻ്റെ വഴിയാത്ത എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇസ്കാരിയോത്ത് അച്ഛൻ, എനിക്ക് തോന്നുന്നു പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചരിത്രത്തിൽ പോലെയുള്ള ഒറ്റുകാർക്ക് ജീവിതത്തിൽ മറ്റൊരു വശമുണ്ടെന്ന് ആ സുവിശേഷ രചനയ്ക്ക് കാരണഭൂതനായി മാറുന്ന ഒരാൾ ആ ഇസ്കാരിയോത്ത് അച്ഛൻ. എനിക്ക് തോന്നുന്നത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ തുടർച്ചകളിൽ ഇസ്കാരിയോത്ത് അച്ഛൻ ചിലപ്പോൾ നായകനായി വന്നേക്കാമെന്നൊക്കെ ഉള്ളൊരു വർത്തമാനം എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങളുടെ സൃഷ്ടി അത് സ്വാഭാവികമായിട്ടുണ്ടായതാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തന്നെ ഈ കഥ തുടങ്ങണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ബോധപൂർവ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത്? രണ്ടും ഉണ്ടെന്ന് വേണേൽ പറയാം. കാരണം ഈ നോവൽ ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ അത് ഒരു ഇൻ്റർവ്യൂവിൽ വളരെ ഭംഗിയായിട്ട് ഇത് പറഞ്ഞത്, 90% എന്താ പറയുക സത്യവും അല്ലാതെ നുണയും 10% സത്യവും അല്ലേ എന്ന് ചേർന്ന ഒരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിന് ഇപ്പോൾ ചരിത്രമെല്ലാം നമ്മൾ നോവലിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഈ തെളിച്ചമുള്ള ചരിത്രത്തിനിടയിലാണ് ഈ ഫിക്ഷൻ സംഭവിക്കുന്നത്, ഭാവന സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാവന കൂടി ശരിയായ ചരിത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പോൾ പറഞ്ഞു ഈ ഇത്തരം കഥാപാത്രങ്ങളുടെ രചനയും എങ്ങനെയാണ് നമ്മൾ നോവൽ എഴുതി തുടങ്ങുമ്പോൾ ഇത്തരത്തിലെ ഒരു നോവൽ എഴുതണമെന്നും അതിനകത്ത് ഇന്ന കഥാപാത്രങ്ങൾ വേണമെന്നും അത് ഒരു ഭാഷാധ്യാനം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട് നോവലിന് മുമ്പ്. അതിനെന്ത് ഭാഷ വേണം, ഒരു ചരിത്ര ആഖ്യായികയുടെ ഭാഷ വേണമോ, അതോ അതിന് മാജിക്കൽ റിയലിസം അതിനകത്ത് വേണമോ എന്നെല്ലാം, അതിൻ്റെ ഭാഷ എങ്ങനെയായിരിക്കണം, അതിൽ ഭാവനാംശം കൂടിയ ഭാഷ വേണമോ, ഏറ്റവും മോഡേണിറ്റിയുടെ എത്ര വരെ അംശം അതിനകത്ത് വേണം എന്നൊക്കെ നമ്മുടെ ഉള്ളിലുള്ള പാഠങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഉള്ള നമ്മുടെ ബോധ്യങ്ങളും ഒക്കെ കൂടി വെച്ചിട്ട് ഒരു ഭാഷാധ്യാനം ഇതിനു മുമ്പുണ്ട്. എന്നിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങാനൊക്കെ ശ്രമിക്കുന്നത്. അതിനകത്ത് ഏത് കഥാപാത്രത്തിലൂടെ തുടങ്ങണം എന്ന്. അത് നേരത്തെ ബിജു പറഞ്ഞ പോലെ കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ എഴുത്ത് നമ്മളെയും കൂടി ബാധിക്കുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ ധാരണ നമ്മൾക്കിരുന്ന് നമ്മുടെ ജീവിതത്തെ ബാധിക്കാതെ എഴുതി അങ്ങ് പോകാമെന്നാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എഴുത്ത് നമ്മളെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ ബാധിക്കും, ഉറക്കം നഷ്ടപ്പെടുത്തും. ഓരോ കഥാപാത്രവുമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ആ കഥാപാത്രത്തിനുള്ളിൽ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലും സംഭവിക്കാൻ തുടങ്ങും. ആ മൊമെൻറ്റിൽ എഴുത്ത് നമ്മളെയും എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇത് പോകുന്നത് ഒരു പരിധിവരെ വളരെ സ്വാഭാവികമായ ഒരു പോക്കാണ്. കാരണം ആ സാഹചര്യങ്ങളും അതിന് ചുറ്റുമുള്ള ഒരു കഥാപാത്രത്തിന് ചുറ്റുമുള്ള എല്ലാം എനിക്ക് തോന്നുന്നു ഓരോ പ്രാണിയും ഓരോ ചെടിയും ഓരോ മനുഷ്യരും ഓരോ കാറ്റും ഗന്ധങ്ങളും എല്ലാം നമ്മുടെ മുന്നിൽ തെളിയുമ്പോൾ ആ കഥാപാത്രത്തിന് പിന്നീട് ആ കഥാപാത്രം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു പെരുമാറ്റത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ തെളിയുന്നു. അത് നമ്മൾ കരുതി വെച്ച ഒന്നായിരിക്കില്ല. നമ്മൾ ആ കഥാപാത്രം എങ്ങനെ പെരുമാറണം നമ്മൾ ഉദ്ദേശിച്ചൊരു രീതിയിലേക്ക് കഥാപാത്രം പെരുമാറില്ല. അപ്പോൾ അവിടെ നിന്ന് കഥ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അവിടെ ആ കഥയെ നമ്മൾ പിടിച്ചു നിർത്തും എങ്കിലും അത് നമ്മളും കഥാപാത്രങ്ങളും ചേർന്നിട്ടുള്ള ഒരു വളരെ ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു പരിണതിയായിട്ടൊക്കെ നോവലെഴുത്ത് മാറുന്നൊരു സമയമുണ്ട്. ആ സമയം ഒരു 3-4 ചാപ്റ്ററൊക്കെ കഴിയുമ്പോഴാണ് അത് പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൊണ്ടല്ല വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ പിന്നീട് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ 3-4 ചാപ്റ്റർ ചിലപ്പോൾ വെട്ടി തന്നെ കളഞ്ഞിരിക്കും. അല്ല, അതെനിക്കൊരു രസകരമായ ഓർമ്മയുണ്ട്. കാരണം തുടക്ക സമയത്ത് അത് തന്നെ പറഞ്ഞാണ്, നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാകുന്നൊരു റൈറ്റേഴ്സ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എഴുതുന്ന സമയത്ത് അതിന് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ കൈ കൊടുക്കുന്നു, മനുവിൻ്റെ കൈ കൊടുക്കുന്നു. എന്നിട്ട് മനു അവസാനം ഇനിയും ടൈപ്പ് ചെയ്യാൻ സാധനം ഇല്ലെന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട് മനുവിന് വേണ്ടി എഴുതുന്ന ഒരവസ്ഥയിലേക്ക് ആദ്യത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളൊരു പ്രോസസ്സായി. മനു അത് വളരെ കൃത്യമായിട്ട് കാലത്തെ മനു വിളിക്കും, എന്തായാലും ഇന്നലെ എഴുതിയത് മുഴുവൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നാളത്തെ കാര്യം പറയും എന്നുള്ളൊരു. അപ്പം അതൊരു ഭയങ്കര പ്രോസസ്സായിരുന്നേ. ഇപ്പോൾ മനു അത് കഴിഞ്ഞിട്ട് ഈ നോവലിൻ്റെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് മനു പറഞ്ഞു, മനുഷ്യന് ബോറടിച്ചു തുടങ്ങി, എന്താണ് പുതിയ നോവൽ എഴുതുന്നില്ല എന്ന് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് ഷീല ടോമിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ശ്രീനാഥ്, അപ്പം ഞാൻ ആദ്യം ഇത് എഴുത്തിങ്ങനെ വളരെ തട്ടിയും തടഞ്ഞും ഒക്കെ മുന്നോട്ട് പോകുന്നു,
ഈ നമ്മൾ തന്നെ എഴുത്ത് നിശ്ചയിക്കുന്ന സമയത്ത് ഇതിനൊരു തടസ്സമുണ്ട് എഴുത്തിൽ, ആ ഒരു ഫ്ലോ വരില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഷീലയോട് ഷീല ഇത് നടക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഷീല പറഞ്ഞു എഴുതൂ, ഒരു 4 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ട് ഇത് ഓടാൻ തുടങ്ങും. വലിയത് സംഭവിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു രഹസ്യമാണ്. കാരണം വെച്ചാൽ എഴുതാൻ തയ്യാറായി നിൽക്കുന്ന പലർക്കും ഇതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അത് നല്ലൊരു അത് എഴുതി തുടങ്ങാന്നുള്ളൂ. എഴുതി തുടങ്ങി ഒരു 3-4 ചാപ്റ്റർ കഴിയുമ്പോൾ നോവല് നിങ്ങളെ ബാധിക്കും. പിന്നെ തിരിഞ്ഞു നോക്കണ്ട, അത് നമ്മളെയും കൊണ്ട് പോയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പദമ്പിൻ്റെ ഒരു ഭൂമിക എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. ഈ സ്ഥലരാശിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും കാലഗണനയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒക്കെ വളരെ വിസ്തൃതമായൊരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് വളരെ എന്താ പറയുക തികഞ്ഞ കൈയടക്കത്തോടുകൂടിയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ഇത്രയും കൈവിട്ടു പോകാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ നമുക്കത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് അതിനകത്ത് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടാവണം. പലപ്പോഴും നമ്മുടെ ഈ നോവലുകൾ, നമ്മുടെ ഈ ആദ്യ നോവലുകൾ എഴുതുമ്പോഴെല്ലാം നമ്മൾ എഴുതി വച്ചിരിക്കുന്നതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാവും. അത്രയും മുറിച്ചുകളെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ വേദന അനുഭവിച്ചുകൊണ്ടാണ്. അതിപ്പോൾ പലപ്പോഴും പല എഴുത്തുകാർക്കുള്ളൊരു വലിയ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഞാനിതൊരു 2023 ഫെബ്രുവരി മാർച്ചിലൊക്കെ ഇത് എഴുതി തീർന്നതിന് ശേഷം പിന്നെ 2024 അവസാനം വരെ ഞാനിത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 വർഷത്തോളം ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം തുടങ്ങുമ്പോൾ 382 പേജാണ് എഴുതി തീർത്ത്. അത് കഴിഞ്ഞപ്പോൾ 312 പേജായി. ഏകദേശം 60 പേജ് മുറിഞ്ഞു പോയിട്ടുണ്ട് ഇതിൽ. 2 ചാപ്റ്റർ അങ്ങനെ തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു ആ എഡിറ്റിംഗ് പ്രക്രിയ ബിജു നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റീഡബിലിറ്റിയെ കുറച്ചും കൂടി ഇൻടാക്റ്റ് ആക്കുന്നതിന്, അതിനെ വളരെ കൃത്യമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഈ എഴുത്തുകാരിങ്ങനെ തുറന്നു പറയണമെന്നില്ല. ഞാൻ എഴുതിയ സംഭവം തന്നെ അങ്ങനെയാണെന്ന് ചിലപ്പം പറഞ്ഞു വെച്ചേക്കാം. പക്ഷെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു നാൾ വഴികൾ പറഞ്ഞു പോകുന്നത് എന്തായാലും സത്യസന്ധമാണ്. എഴുത്ത് മാസ്റ്റേഴ്സിന് എഴുതുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിലും ആദ്യമായിട്ട് എഴുതാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഉപകാരത്തിൽ കൊണ്ടേക്കാം. എഴുത്തിനേക്കാൾ പ്രധാനമാണ് അത് മുറിച്ച് കളയാന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പദമ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി, എൻ്റെ വായനയിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഷയുടെ മനോഹാരിതയാണ്. നമുക്ക് ഈ ദൃശ്യഭാഷ എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന രീതിയിലാണ് പദമ്പിൻ്റെ ഉടനീളമുള്ള ആ ഒരു ഭാഷാ പ്രയോഗങ്ങൾ വന്നിരിക്കുന്നത്. അതിലെനിക്ക് അന്നേരം തോന്നിയ കാര്യം, ഈ ഒരു സിനിമയുടെ അസ്കിത ശ്രീനാഥിനുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലൊരു ഭാഷയിലേക്ക് ഈ പദമ്പിൻ്റെ ഭാഷ പരുവപ്പെട്ടതെന്നുള്ളൊരു സംശയം അന്ന് തോന്നിയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല. എനിക്ക് തോന്നുന്നു ഈ അതിനകത്തുള്ള ആ ദൃശ്യങ്ങൾ നമ്മൾക്ക് എത്രത്തോളം തെളിയുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ അത്രയും തെളിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് എഴുതി വരുമ്പോൾ ഈ ഒരു ആ ദൃശ്യങ്ങൾ വായനക്കാരനും തെളിയുന്നുണ്ടാവണം. അതുകൊണ്ടാണ് ചിരിത ഇളെ കൊല്ലാനായിട്ട് പോകുന്ന വഴി ചിഹ്നം പുറകെ പോകുന്നതൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിങ്ങനെ പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. അവസാനം വരെ അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് ആ ഭാഗത്തിലൊക്കെ ശരിക്കും ആ ഒരു ഭാഷയും ആ ഒരു വിഷ്വലും നമ്മൾ എഴുതി വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ തെളിഞ്ഞതായിട്ട് നമ്മൾക്ക് എഴുത്തുകാരന് തന്നെ തോന്നും. അത് കഴിയുമ്പോൾ ഗംഭീര അനുഭവമായിരുന്നു. അത് തോന്നി വായനക്കാർക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയ സന്തോഷം. ഈ പദമ്പിൻ്റെ ഭൂമികയിൽ അല്ലെങ്കിൽ പദമ്പ് പറഞ്ഞു പോകുന്ന വഴികളിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിന് കാരണക്കാരായവർ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ കാരണക്കാരായ നവോത്ഥാന നായകർ, ദേശീയ നായകർ, അതുപോലെ മഹാത്മാഗാന്ധി പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അയ്യങ്കാളി, മഹാഗുരു, പൽപ്പു, ആശാൻ, അങ്ങനെ തുടങ്ങി നിരവധി പേര് ഇങ്ങനെ നിരനിരയായിട്ട് വന്ന് നിറയുന്നുണ്ട് പദമ്പിൻ്റെ എല്ലായിടങ്ങളിലും. ഈ ഒരു പ്രക്രിയ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ, അതോ ഇവരെയൊക്കെ ഉൾച്ചേർത്ത് വേണം എൻ്റെ സൃഷ്ടി എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണോ? ഇത് ശരിക്കും യേശുദാസൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു യാത്രയാണ്. ഈ കഥ എന്ന് പറയുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയാണ്. നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനും ഇത്തരം നവോത്ഥാന സമരങ്ങൾക്കും ഒക്കെ നമ്മുടെ ധാരണ അത്രയും ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ശരിക്കും പൊതുവിലുള്ള കേരള സമൂഹത്തിലെ വളരെ ചെറിയൊരു ശതമാനമാണ്. അന്ന് വിദ്യാഭ്യാസമുള്ളവർ വളരെ കുറവാണ്. ഏറ്റവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരാൾക്ക് കേരളത്തിൽ ആ പ്രദേശത്തുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ആളുകളൊക്കെ, കാരണം അത് അവരൊന്നിച്ച് പഠിക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവർക്കെല്ലാവർക്കും പരസ്പരം അറിയുന്ന ഒരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഈ സ്വാതന്ത്ര്യ സമരം നമ്മൾ പറയുമ്പോൾ നമ്മുടെ ധാരണ ഇത് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ മുഴുവൻ പോരാടിയ ഒരു സമരമായിട്ടാണ് നമ്മൾ അറിയുന്നതെങ്കിലും ഇന്ത്യൻ ജനതയുടെ
ഒരു വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ആളുകളൊന്നും ഇങ്ങനൊരു സമരം നടക്കുന്നത് അറിഞ്ഞിട്ട് പോലുമില്ല, അറിയേണ്ട ആവശ്യമില്ല. സമരം എന്ന് പറയുന്നത് അന്ന് ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷനോ മീഡിയകളോ ഇല്ലാത്തൊരു കാലത്ത് പരസ്പരം അറിയാത്തൊരു കാലമാണ്. അപ്പം അന്ന് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച യാത്ര ചെയ്യാൻ തയ്യാറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അന്ന് വിദ്യാഭ്യാസം സിദ്ധിക്കുകയും യാത്ര ചെയ്യാൻ CMSന്റെ സെക്രട്ടറി വരെ ആവുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും പരിചയപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമായ അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ യേശുദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ നോവൽ പറയുന്നത് ഒരു വ്യക്തിയായിട്ടാണെങ്കിലും അതിന് വ്യക്തിയായി കാണുമ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു പരിമിതി തോന്നുക. നോക്കുന്നു, കേരളത്തിൻ്റെ ജാതി വിരുദ്ധ സമരം നടത്തിയ ഒരു നവോത്ഥാന കേരളമാണ്, കേരളത്തിൻ്റെ സാമൂഹ്യ ശരീരമാണ് യേശുദാസൻ എന്ന് രാജേഷ് ചിത്ര ഒരു ഇതിനകത്ത് എൻ്റെ മനസ്സിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതിനെക്കുറിച്ചൊരു പഠനത്തിൽ പദവിനെക്കുറിച്ചൊരു പഠനത്തിൽ പറയണ്ടായി. ശരിക്കും അതാണ് യേശുദാസൻ. കേരളം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശരീരം കൂടിയാണ് യേശുദാസൻ. അത് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടുള്ളൊരു നിർവചനമാണെന്ന്. കാരണം അത് പലപ്പോഴും നമ്മുടെ ഈ ജാതി എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങളൊരു യാഥാർത്ഥ്യമാണ്. ഈ തുടക്കകാലം തൊട്ട് ദേശീയ സമരത്തിൻ്റെ കാലഘട്ടത്തെ ഇതിനെക്കുറിച്ചൊരു വിരുദ്ധാഭിപ്രായമുണ്ട്. ഇപ്പോൾ ഗാന്ധിജിക്കാണെങ്കിലും അംബേദ്കർക്കാണെങ്കിലും ആ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ടായിരിക്കും. അംബേദ്കർ ഗാന്ധിജിയോട് പറയുക തന്നെ ഉണ്ടായി, ഞാൻ ജീവിച്ച ജീവിതം താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ജാതി പ്രശ്നമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നത് നമ്മളുടെ മുന്നിൽ തന്നെ തുറന്നടിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സമഗ്രമായിട്ട് ഈ ശ്രേണിബദ്ധ ജാതീയതയെ പ്ലേസ് ചെയ്തുകൊണ്ട് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു നോവലിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് അതെങ്ങനെ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇത് ഈ യേശുദാസനെ അങ്ങനെ ആക്കി വെക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ ശരീരമാണ്, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ശരീരം കൂടിയാണ് യേശുദാസൻ. അവിടെ ജാതിയെ നമ്മൾ വേറൊരു കാര്യം കൂടി കാണേണ്ടത്, വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അത്തരം ആളുകളെ, ഇതിനും കൂടി കാരണമായി, ഈ ഒരു സാമൂഹ്യ ശരീരത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ നായകന്മാരെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു തോന്നലാണ്, അത് എതിരഭിപ്രായമുള്ളവരുണ്ടാവും, എന്നാലും അവർ കൊടുത്ത അന്നത്തെ സാഹചര്യങ്ങളിൽ അവരുടെ ജീവൻ കൊടുത്ത ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറയാനുള്ള ഒരു അവകാശവും നമ്മൾക്ക് ഇന്നത്തെ ജീവിതത്തിൽ നിന്നുകൊണ്ടില്ല. അപ്പോൾ അതും കൂടി ഇഴചേർത്തിട്ട് വേണം, ആ സാധ്യതകളും കൂടി ഇഴചേർത്തിട്ട് വേണം നോവലിലേക്ക് കൊടുക്കാൻ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ ചരിത്രത്തിൽ വായിച്ച ആളുകളെക്കാൾ മിഴിവോടെ ആയിരിക്കാം ചിലപ്പോൾ കാണുന്നത്. അത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം കൂടി അതിനകത്ത് വന്നിട്ടുണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നോവൽ എഴുതി വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അന്നത്തെ ലോകത്തെ കാണുന്നത് പോലെ അല്ല. അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിലെ ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനെ കാണാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് ഇത് കൂടുതൽ മിഴിവോടുകൂടിയും നമ്മൾക്ക് വളരെ അത്ഭുതത്തോടു കൂടിയും അതിനെ കാണേണ്ടുന്ന തരത്തിലേക്ക് അത് വരിക. അത് ചെറിയ നമ്മുടെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പൊസിഷനും കൂടിയാണ്. ഈ പദമ്പിൻ്റെ വായനയിൽ എൻ്റെ മനസ്സിൽ വന്നു ചേർന്ന ചില സംശയങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ തോട്ടി തൊഴിലാളികളുടെ സമരത്തെക്കുറിച്ച് വളരെ നമുക്ക് അത് കാണുമ്പോൾ നമ്മുടെ കാഴ്ചയിലേക്ക് അതൊക്കെ എത്തുന്ന രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. അവിടെ ഒരു വിൽസ്പ്രാറ്റ് എന്ന് പറയുന്ന ഒരു പരിഷ്കർത്താവ് യൂറോപ്പിൽ നിന്നെത്തി ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളൊക്കെ അത് ശരിക്കുള്ള കഥാപാത്രങ്ങളാണോ, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളാണോ? ഇത് രണ്ടും. അതിനകത്തെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും. ഫിലിപ്പ് സ്പ്രാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫിലിപ്പ് സ്പ്രാറ്റ് ശരിക്കും യൂറോപ്യൻ നിന്ന് ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ച് തമിഴ്നാട്ടിൽ ജീവിച്ച് തമിഴ്നാട്ടിലെ ശിങ്കാരവേലരുടെ മകളെ വിവാഹം ചെയ്ത് കുടുംബം ഉണ്ടാക്കി ഇന്ത്യയിൽ ജീവിച്ചു പോയ ഒരാളാണ്. നമ്മൾക്ക് ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ അമീർ ഖാൻ്റെ ഇപ്പോൾ കാമുകിയും അമീർ ഖാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് വളരെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഗൗരി സ്പ്രാറ്റ് എൻ്റെ പദമ്പിലെ കഥാപാത്രമായ ഫിലിപ്പ് സ്പ്രാറ്റിൻ്റെ കൊച്ചുമകളാണ്. ഇവരെല്ലാവരും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ, ചരിത്ര പുരുഷന്മാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാനത്തിന് നിലമൊരുക്കിയ പോരാട്ട വീര്യമുള്ള കഥാപാത്രങ്ങൾ കൂടിയാണ്. അല്ല, ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ അനുഭവങ്ങളോ ഇല്ലാത്തൊരു തലമുറയാണ്.
പക്ഷേ അവർക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രപിതാമഹന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ സഹിച്ച ത്യാഗങ്ങളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ സഹനങ്ങളോ ഒന്നും അവർക്ക് അറിയാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവരാവണം. അങ്ങനെ സാധ്യതയില്ലാത്തിടത്ത് ഇങ്ങനെയാണ്, ഇങ്ങനെ വളരെ വിപുലമായ രീതിയിൽ നവോത്ഥാനത്തിന് വിധേയമാകുകയും നവീകരിക്കപ്പെടുകയും ചെയ്താണ് നമ്മളിങ്ങനെ നമ്മളായതെന്ന് ആ ഒരു ചിത്രം വളരെ വ്യക്തമാക്കി നമ്മുടെ പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ളൊരു നിയോഗമാണോ പദമ്പിൻ്റെ എന്നുള്ളൊരു അങ്ങനെ വായന എന്നിലുണ്ടായിട്ടുണ്ട്. അത് അതിൻ്റെ സൃഷ്ടികർത്താവിൽ നിന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തോന്നൽ. ഈ ഇന്നത്തെ തലമുറയും അവരുടേതായ രീതിയിൽ ഈ വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അന്നത്തേത് അല്ലാത്ത പുതിയ തരത്തിൽ ഈ ഇത്തരം ജാതി തന്നെ, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ ഉള്ള വിവേചനങ്ങൾ ഇന്നത്തെ തലമുറ ഇതിൻ്റേതായ സാധ്യതകളിൽ ഇവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എന്താ കാര്യം, ഈ അനുഭവത്തിൻ്റെ നിന്നുകൊണ്ട് ഇത് മാത്രമാണ് അനുഭവം, ഇതാണ് ശരിയായ അനുഭവം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു തുടർച്ചയുടെ ഭാഗമാണെന്നും ഈ അനുഭവത്തെ മാറ്റിമറിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതിൽ കുറേ പേർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കിത് അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ഇന്നും ഈ കാസ്റ്റിൻ്റെ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അത് പ്രിവിലേജും പ്രിവിലേജ് ഇല്ലായ്മയും അത് ഇന്നും അന്നെത്രയാണോ അത്രയും തന്നെ സാധ്യതകളോടുകൂടി ഇന്നത്തെ കേരള സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. എന്നാൽ അതേസമയം തന്നെ അതിനെ കടന്നു കയറാനുള്ള സാധ്യതകൾ, സാമൂഹ്യ സാധ്യതകൾ ഇന്നത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടി കൂടുതലുണ്ടെന്നുള്ളതാണ്. ആ സാധ്യതകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ സമൂഹം അതിനെ അനുവദിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിനും കൂടി ഉപയോഗിക്കാൻ അന്ന് സമൂഹത്തിൽ ഒരു സാധ്യതകളും ഇല്ലാത്ത സാഹചര്യം കൂടിയുണ്ട്. അതിനേക്കാൾ ഏറെ ആ സാധ്യതകൾക്ക് മാത്രമാണ് വളർച്ച ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ വിവേചനം ഇന്നും അതേപോലെ തന്നെ തുടരുന്നെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ പദമ്പിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര ചോദിച്ചാലും തീരാത്തൊരവസ്ഥയുണ്ട്. കാരണം അത്രത്തോളം മനസ്സിലേക്ക് കയറിക്കൂടിയ ഒരു കൃതിയാണ്. അപ്പം അതിൻ്റെ ഒരു രചന നിർവഹിച്ച ഒരാളെന്നുള്ള രീതിയിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ചിച്ച ഷോയുടെ ഒരു പരിമിതി എന്നുള്ള രീതിയിൽ സമയം ഒരു പ്രശ്നമാണല്ലോ. അതുകൊണ്ടൊരു അവസാന ചോദ്യം എന്നുള്ള രീതിയിൽ ഭാവി പ്രവർത്തനങ്ങൾ, ഇനിയുള്ള എഴുത്തുകൾ, ഇവയെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ചിച്ച ഷോ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഈ 1-to-1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഇത്തരത്തിലുള്ള മനോഹരങ്ങളായിട്ടുള്ള വർത്തമാനങ്ങൾ, ഇപ്പോൾ പല സാഹിത്യകാരന്മാർ അതുപോലെ കഴിവ് തെളിച്ച പല പ്രതിഭകളും നമ്മുടെ ചിച്ച ഷോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇവയൊക്കെ കാണുവാനും ഇവരെയൊക്കെ മനസ്സിലാക്കുവാനും ഇവരുടെ നേര് തിരിച്ചറിയുവാനും അവരിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയുള്ള ഒരവസരമാണ് ഈ 1-to-1 മീഡിയയുടെ ഇത്തരം ഷോകൾ. അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമ്മുടെ നോവലിസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. പദം എഴുതി തീർത്തപ്പോൾ ഈ ഒരു പരിപാടി, ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗവും എല്ലാം എഴുതി തീർക്കണം, അതോടുകൂടി നോവലെഴുത്ത് നിർത്താം എന്നുള്ളതായിരുന്നു ഒരു തോന്നൽ. കാരണം ഇതത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്നൊരു പ്രവൃത്തി കൂടെ അല്ല, ആയാസമുള്ളൊരു പരിപാടി. അതിപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ സന്തോഷിച്ചിക്കാനായിട്ട് ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. സന്തോഷം ഇത്രയധികം ചെറുകഥകൾ എഴുതിയിട്ട് ഇപ്പോൾ മാതംഗലീല എഴുതിയല്ലോ. അപ്പോൾ സന്തോഷ് പറയായിരുന്നു, ആയാസമുള്ള പണിയാടാ, ഇത് അത്ര എളുപ്പമല്ല. കാരണം ഇത് വലിയ ആയാസമുള്ളൊരു പരിപാടി, ഈ നോവൽ എഴുത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നിർത്തണമെന്ന് എഴുതി. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഇതേപോലെ ചർച്ചയൊക്കെ ചെയ്ത് എന്നെ കൊണ്ട് ഇനിയും എഴുതിക്കുന്ന തോന്നുന്നു. സോഷ്യൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ. നമ്മൾ എഴുത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഈ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നമാണ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ മേഖല ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനും സാംസ്കാരിക പ്രവർത്തനവും എല്ലാം കൂടി ആവുന്നൊരു സമയത്ത് ഇത് നമ്മളെ വല്ലാതെ അതിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിലും എഴുത്തെന്ന് പറയുന്നതിൻ്റെ കൂടുതൽ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എഴുത്ത് തുടരാൻ തന്നെയാണ് ഉദ്ദേശം. ഇപ്പോൾ ഒരു ചെറുകഥ ഏകദേശം എഴുതി തീർന്നിട്ടുണ്ട്. പിന്നെ അടുത്ത 2ാമത്തെ നോവലിൻ്റെ വർക്ക് തുടങ്ങി. തുടർച്ചയല്ല, വേറൊരു നോവലാണ്.
അത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി തീർന്നതിന് ശേഷം പദമ്പിൻ്റെ 2ാം ഭാഗത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. അതേസമയം തന്നെ ഇപ്പോൾ ഈ പദമ്പിൻ്റെ അത് ഇംഗ്ലീഷിലേക്കുള്ളൊരു വർക്ക് നമ്മൾ തന്നെ ചെയ്യാനുള്ളൊരു ശ്രമവും എഴുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഭാഗമായിട്ട് പാരലലി നടക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഒരു മൊത്തത്തിൽ എഴുത്ത് എന്നെയും കൊണ്ടേ പോകൂ എന്നൊരവസ്ഥയിലേക്ക് വഴിപ്പെട്ടിട്ടുണ്ട്. സുനന്ദേട്ടൻ, ഞാൻ ഈ പുസ്തകം വായിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ കവർ പേജ് കുറേ കൂടെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചിത്രീകരണം കുറേ കൂടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്നേരം തോന്നിയൊരു കാര്യം നമ്മുടെ ചിന്നൻ്റെ ഒരു യാത്രയാണ്. തുടക്ക സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് അവൻ കായലിലൂടെ വെള്ളത്തിൽ പോകുന്നൊരു യാത്രയാണ്. അത് കൃത്യമായിട്ട് എന്താ പറയുക, ഉള്ളിലെന്താണോ അത് തന്നെ പ്രതിഫലിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ കവർ പേജ് പോലും തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചിന്തകൾ എല്ലാം ഒത്തുചേർന്ന് പോകുക, എല്ലാം ചേർന്ന് പോകുക എന്നൊക്കെ വളരെ വിരളമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രതുൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. ഇതിൻ്റെ പ്രതുല് നമ്മൾക്ക് പലർക്കും അറിയില്ല പ്രതുലിനെ, പക്ഷേ പ്രതുലിനെ ഈ മേഖലയിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മദ്രാസിലാണ് പ്രതുലാണ് പൊന്നിയിൻ സെൽവൻ്റെയൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത വളരെ പ്രശസ്തനായ ഡിസൈനറാണ് പ്രതുൽ നമ്മുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പ്രതുൽ എൻ്റെ അടുത്ത് ഈ നോവൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ചേട്ടാ ഞാൻ എന്തായാലും ഇതിൻ്റെ കവറ് ഞാൻ ചെയ്യാം എന്ന്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻസും ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും കവർ ചെയ്യാനായി പ്രതുൽ നല്ലൊരു വായനക്കാരൻ കൂടിയാണ്. അപ്പോൾ പ്രതുൽ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുഴുവൻ വായിച്ചു. സാധാരണ കവർ ഡിസൈനേഴ്സ് അതിൻ്റെ വളരെ എക്സെപ്റ്റ്സ് ഒരു ഹൈലൈറ്റൊക്കെ വായിക്കുക ചെയ്തു. പ്രതുൽ ഈ നോവൽ മുഴുവൻ വായിക്കുകയും എന്നിട്ട് ഈ നോവലിൻ്റെ ഫസ്റ്റ് കവർ ഡ്രാഫ്റ്റ് എനിക്ക് തരികയും ചെയ്യാണ്. അപ്പോൾ ഞാനിതിനകത്ത് കണ്ടത് ചിന്നൻ്റെ യാത്ര, ആ യാത്രയും ചിന്നനെയും ആ വള്ളത്തെയും ഒക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് അകലെ പദമ്പ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ലെറ്ററിൻ്റെ പുറകിൽ കാണുന്ന ഒരു അബിസ് ഉണ്ട്, ഒരു അനന്തമായൊരു ശൂന്യതയുണ്ട്. ആ നിസ്സഹായാവസ്ഥയുടെ പൂർണ്ണമായിട്ടുള്ള പ്രതിഫലനം അത് ശരിക്കും ഈ നോവലിനെ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കവറാണെന്ന് കണ്ടത് എനിക്ക്. പദമ്പിന്റെ ആ കളറിലെ അക്ഷരങ്ങളുടെ ഒരു നിറം എന്ന് പറഞ്ഞത് അതുപോലും ശരിക്കും നമ്മളെ വായനക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീലയും മഞ്ഞയും അതെ എല്ലാം ചേർന്ന് അത് പ്രതുലൊരു ഗംഭീരനായ ഡിസൈനർ. ശരിക്കും പുസ്തകത്തിന്റെ ഡിസൈൻസ് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു സ്മൃതി ഇറാനിയുടെ ഒരു പുസ്തകത്തിന്റെ ഡിസൈനാണ് ഇതിനു മുമ്പ് പ്രതുല ആകെ ചെയ്തത്. ബാക്കി മുഴുവനും സിനിമയും അതിന്റെ പോസ്റ്ററുകളും അതിന്റെ ഡിസൈൻസുമാണ് പ്രതുല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതുലാണ് ഇതിന്റെ. പ്രതുലിന് നന്ദി. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പല ഇതുപോലെ ഇന്ദുഗോപൻ്റെ സൃഷ്ടികൾ സിനിമകളാകുന്നു. അതുപോലെ ഒരു സിനിമാ ഭാഷ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഷ സിനിമയ്ക്ക് ചേരുന്നതാണ്. നമുക്ക് ഓരോ വാചകത്തിലും ആ ദൃശ്യങ്ങൾ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പറ്റുന്നൊരു ഭാഷയുമായിട്ട് രൂപപ്പെട്ട പദമ്പ് ഒരു സിനിമയാകും എന്ന് ഞാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? പദമ്പ് സിനിമയാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ സിനിമ അങ്ങനെ ആരെങ്കിലും സമീപിക്കുമോ, അല്ലെങ്കിൽ അത്തരം ചർച്ചകളോ അത്തരം ചർച്ച ഇതിനകത്തൊരു സിനിമയുടെ സാധ്യതകളുണ്ടെന്ന് 1-2 പേര് പറയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ ബിജു പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വിഷ്വലിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കണം അവരത് പറഞ്ഞത്. പൊതുവിൽ ഈ ഖത്തറിൽ ഇപ്പം നമ്മളുടെ ഏറ്റവും വലിയൊരു ഈ ഖത്തറിലെ സമൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സിനിമ ജീവിതമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേർ ഇവിടെയുള്ള ഇപ്പോൾ 1-to-1 മീഡിയയുടെ സിനിമാ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചന്ദ്രമോഹൻ ചേട്ടൻ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ചന്ദ്രമോഹൻ ചേട്ടൻ അടക്കം ഉള്ളവർ സിനിമയുടെ ഭാഗമായിട്ട്. ഇപ്പം മലയാള സിനിമ പണ്ട് ഖത്തറിൽ നിന്ന് വളരെ അകലെയായിരുന്നു. വളരെ അടുത്ത ഇന്ന് ഖത്തറിൻ്റെ മലയാള സിനിമ ഖത്തറിലുമുണ്ട്. ഖത്തറിലെ നമ്മുടെ സിനിമാ സമൂഹം മലയാള സിനിമയുടെ ഭാഗവുമാണ്. ഇവിടെ നിന്ന് നാട്ടിൽ പോയി സിനിമ ചെയ്യുന്ന കുറേ പേരുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ പ്രൊഡ്യൂസേഴ്സ് ഖത്തറിൽ നിന്നുണ്ട്. സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുന്നവർ ഖത്തറിൽ നിന്നുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്യാനൊക്കെ ഏറെ കെൽപ്പുള്ള, ഇപ്പോൾ ഫൈസലിനെ പോലെയും ഒക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, ഇവർക്കെല്ലാവർക്കും ചെയ്യാനുള്ള അതിനുകൊണ്ട് നിരന്തരമായി അത് തന്നെ പ്രവർത്തിച്ച് അത് തന്നെ മനസ്സിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയെല്ലാം വളരെ പാഷനേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹമുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു
സിനിമ അതൊരു സാധ്യതയാണ്. നല്ല നമ്മൾ സിനിമയെ വിടാൻ ശ്രമിച്ചാലും സിനിമ നമ്മളെ തേടി എത്തും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം സ്ക്രിപ്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു, സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ പലതരത്തിലേക്കും സിനിമ സംഭവിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്നത് സംഭവിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ സിനിമയിലെ സ്ക്രിപ്റ്റുമായി അതിനു വേണ്ടി തൽക്കാലം പോകാനുള്ളൊരു സമയം എനിക്കില്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഈ എഴുത്ത് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി അതാണ്. പക്ഷേ സ്വഭാവമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ചർച്ചയിലൂടെ വരികയാണെങ്കിൽ ചിലപ്പോൾ എഴുതപ്പെട്ടേക്കും. ഒരു നല്ല വിശേഷമാണ്. നമ്മളെ അങ്ങനെയും കൂടി ചില ഒന്ന് രണ്ട് ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എത്ര പേരിനോടുകൂടി അങ്ങനെ ചില തൊങ്ങലുകൾ കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നാവ് പൊന്നാവട്ടെ. എന്തായാലും എല്ലാ ഭാവുകങ്ങളും ഏറ്റവും നന്നായിട്ട് തന്നെ ഈ സൃഷ്ടികർമ്മം നടക്കട്ടെ എന്ന് 1-to-1 മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി ആശംസകൾ നേരുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു അവസരം, ഇന്നത്തെ ഈ ഒരു ചർച്ചയും എനിക്ക് തോന്നുന്നു എന്നെ തന്നെ നമ്മുടെ ഓരോ സംഭാഷണങ്ങളും നമ്മൾ ഓരോരുത്തരോടും നമ്മളെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ പുതുക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞു, ഇത് ഈ പുസ്തകത്തിൻ്റെ പ്രൊമോഷനൊക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുന്നതിലേക്കോ എന്നൊക്കെ അപ്പുറത്തേക്ക് എന്നെ ഒരു നിമിഷം പുതുക്കാനായി ഈ 1-to-1 ഇന്ന് ഇവിടെ തന്നിട്ടുള്ള ഈ ചർച്ച എന്നെ ഉപകരിച്ചിട്ടുണ്ട്. ബിജു പറഞ്ഞു തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് കാണുന്നവരോട് പറയാനുള്ളത്. 1-to-1 ചാനൽ ഇത്തരം ചിറ്റ് ചാറ്റ് ഷോയിലൂടെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരമൊരു ശ്രമം നടത്തുന്ന 1-to-1 ചാനലിനും പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ബിജുവിനും ഇത്രയും വളരെ വിലപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ പുതുക്കാൻ കഴിഞ്ഞ ഈ ഒരു ചർച്ചയ്ക്കും ഈ ഒരു ചെറിയ സംഭാഷണത്തിനും നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി കൈ കൊടുത്ത് പിരിയാം. താങ്ക് യു.